സത്യം പറഞ്ഞ രണ്ടാഴ്ചയിലെ ആശാ വർക്കർമാർ സമരം നടത്തുന്നത് ശരിക്കും ഒരു നല്ല ചർച്ച നടത്തുന്നുണ്ട് അവരുമായിട്ട്. പേരിനൊരു ചർച്ച നടത്തി. നമുക്ക് അവരെ ശമ്പളം വർദ്ധിപ്പിക്കലിനോടെല്ലാം നമുക്കൊരു അഭിപ്രായ ഭിന്നത ഉണ്ടാവാം. പക്ഷെ അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇത് അവർക്ക് ശമ്പളം കിട്ടുന്നത് 4 മാസത്തിലൊരിക്കലാണ്. ഞാൻ പറയട്ടെ, ഒരു നാട്ടിൽ ഒരാൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, ഞാനായാലും ഇത് കാണുന്ന നിങ്ങളായാലും അനുഭവിക്കുന്നത്, നമ്മൾ ജോലി ചെയ്തിട്ട് എന്തെങ്കിലും ആ തരാന്ന് പറഞ്ഞ സമയത്ത് ആ പൈസ കിട്ടിയില്ലെങ്കിൽ നമ്മൾ എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കും. നമ്മൾ അത് കണ്ടിട്ട് എന്തെല്ലാം കാര്യങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടാകും. നമ്മൾ ലോൺ അടവ്, നമ്മൾ കടം, നമ്മളെ കുറി, നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങാനുണ്ടാവും. അതെല്ലാം കണ്ടുവച്ചിട്ടായിരിക്കും നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ ആ പൈസ അവിടെ വെച്ചിട്ടുണ്ടാവുക. പക്ഷെ അത് കിട്ടാണ്ടാകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്തെല്ലാമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ മന്ത്രിമാർക്ക് എം എൽ എമാർക്കൊന്നും അതിൻ്റെ അനക്കമൊന്നുമില്ല, അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടെന്ന്. പക്ഷേ ഞാൻ പറയട്ടെ, ഇതിനെ അനുകൂലിക്കുന്ന സോഷ്യൽ മീഡിയയിൽ അവർക്ക് 7,000 രൂപ ശമ്പളം നമ്മളെ നാട്ടിലേക്ക് കൊടുക്കുന്നുള്ളൂ, ബാക്കിയുള്ള സ്ഥലത്തൊന്നും ആ ശമ്പളം ഇല്ലയെന്ന് പറഞ്ഞ സഹാക്കന്മാരോട് ആ ശമ്പളം കൊടുക്കണം. ആ മാസം കൃത്യമായിട്ട് കൊടുക്കണം. 4 മാസത്തിലൊരിക്കലും കൊടുക്കുമ്പം അവർക്ക് എന്താണ് അതിനെക്കൊണ്ട് കാര്യം? ശമ്പളം വർദ്ധിപ്പിച്ചിരുന്ന് പറ്റുന്ന കാര്യം. വേറൊരു കാര്യമുണ്ട്, മറ്റുള്ള നാട്ടിലൊന്നും ഇതുപോലെ ആശാ വർക്കർമാർ വർക്ക് ചെയ്യുന്നില്ല. നമ്മളെ നാട്ടിൽ കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ അടുക്കെല്ലാം കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങളുടെ അടുക്ക് എങ്ങനെ അറിയില്ല. പക്ഷേ അവർക്ക് ആ വർക്ക് ചെയ്യുന്നതിന് കൃത്യമായിട്ട് കൊടുക്കണ്ടോ? അവരൊന്നുമില്ലെങ്കിൽ ഈ ഇടതുപക്ഷത്തിന് തുടർഭരണം കിട്ടാൻ മെയിനായിട്ട് കാരണം അവരും കൂടിയാണ് കേട്ടോ. കൊറോണ സമയത്ത് അവർ രാപ്പകലില്ലാണ്ട് അധ്വാനിച്ചിട്ടുണ്ട്. എന്തിൻ്റെ പേരിൽ അവരെ കുറ്റം പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് അത് ഇടതുപക്ഷ സംഘടനകളല്ല, അതിൽ മറ്റുള്ള അരാജക ശക്തികളാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ ഇടതുപക്ഷ സംഘടനകൾ ഒരു സമരത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ ആ സമരം തീവ്രവാദികളും അരാജകത്വമായിപ്പോയാൽ, ഇടതുപക്ഷം ഉണ്ടെങ്കിലേ ആ സമരം ശരിയാവുള്ളൂ. ഞാൻ ചോദിക്കുന്നത്, ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ ഒരു ചായ്വുള്ളൊരു ആശാ വർക്കറാണ്. ഞാൻ ആ ചേച്ചിനോട് ചോദിച്ചു, ചേച്ചി സമരത്തിലൊന്നും പങ്കെടുത്തില്ല. ചേച്ചിനോടൊപ്പം ചേച്ചി പറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടാണ് മോനെ, കാരണം വെച്ച് കഴിഞ്ഞാൽ ശമ്പളം കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമുക്കിത് സമരത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല. കാരണം പങ്കെടുത്തു കഴിഞ്ഞാൽ പാർട്ടി നമുക്കെതിരെ എന്തെങ്കിലും പ്രതികാരപരമായ നടപടി സ്വീകരിക്കും. അതുകൊണ്ടാണ് ഞാൻ സാധാരണ സഹാക്കന്മാരുടെ പറയുന്നത്. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു ഈഗോ, രണ്ടാമത്തെ ഭരണം വന്നതിന് ശേഷം ഭയങ്കര ഈഗോ ആണ്. ഈ ആരോഗ്യം ഞാൻ ഇപ്പം പറയുന്ന നമ്മളെ ശൈലജ ടീച്ചറാണെങ്കിൽ ഇതുപോലെയൊന്നും ആയിരിക്കില്ല, കുറച്ച് നല്ലൊരു തീരുമാനം എടുത്തിട്ടുണ്ടാകും. നമ്മളൊരു പകയോടുകൂടി ആൾക്കാരെ കാണുന്നു. സമരം ചെയ്യുന്നവർ എല്ലാവരും, നിങ്ങളെ വിമർശിക്കുന്നവരെ തെച്ചും ഈ മന്ത്രിമാരും എം എൽ എമാരും പകയോടുകൂടി കാണുന്നു. മനുഷ്യരായിട്ട് കാണുക. ഞാനിപ്പം പറഞ്ഞ ഭരണം കിട്ടും കിട്ടാതിരിക്കും. പക്ഷേ ഒരു ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രതീക്ഷിക്കുന്നുണ്ട്, ഒരു തൊഴിലാളി വർഗം ഇത് തൊഴിലാളികളെ അടച്ച് ആക്ഷേപിക്കുന്ന എന്തെല്ലാം തെറികളാണ് നിങ്ങൾ പറയുന്നത് ഇപ്പോൾ നേതാക്കന്മാർ. ഇനി ഞാൻ സാധാരണ സഹാക്കന്മാരോട് പറഞ്ഞു, നിങ്ങളെ ബന്ധുക്കൾ, നിങ്ങളെ അമ്മയോ അമ്മയോ അല്ലെങ്കിൽ സഹോദരി ആരെങ്കിലും ആശാ വർക്കർമായിട്ടുണ്ടാവില്ലേ, അവരോട് ചോദിച്ചു നോക്ക്. നിങ്ങൾ അറിയുന്നവരോട് ചോദിച്ചു നോക്ക്. എല്ലാവരും ശമ്പളം കിട്ടൂല എന്ന് പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരെ വർധനവ് അവിടെ നിൽക്കട്ടെ, അവർക്ക് കൃത്യമായിട്ട് ആ കൊടുക്കുന്ന ശമ്പളം കൊടുക്കൂ. ഓക്കെ.